ഞാൻ മുണ്ടക്കയിലാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ കൂടെ ഉള്ളത് ജോസഫൈൻ എന്ന് പറയുന്ന മേഡാണ്. മേഡം ഹായ്. അപ്പോൾ മേഡം തൃശ്ശൂരുകാരിയാണ്, ബാങ്ക് ഉദ്യോഗസ്ഥയാണ്, മക്കളൊക്കെ വിദേശത്താണ്. ഉരുൾപൊട്ടിയതിന് ശേഷം ഈ നാടിനെ സ്നേഹിച്ചുകൊണ്ട് സംരക്ഷിക്കാൻ വേണ്ടി തന്നാലാവുന്നത് ചെയ്യാൻ വേണ്ടി വന്നതാണ്. മേഡത്തിൻ്റെ കഥകളൊക്കെ ഞാൻ പിന്നീട് പറയാം. പാലത്തിലേക്ക് പോവാം. ഇപ്പോൾ ജോസഫൈൻ മാഡം നിൽക്കുന്ന ആ കടയുടെ പിൻഭാഗമൊക്കെ ഉരുൾ കൊണ്ടുപോയി അല്ലേ? കൊണ്ടുപോയി. ജൂലൈ 30. അതൊരിക്കലും മറക്കാൻ കഴിയാത്തതും മനസ്സിൽ നിന്ന് മായ്ക്കാൻ കഴിയാത്തതാണ്. അത്രയും വലിയൊരു അപകടം നിറഞ്ഞൊരു സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇറങ്ങി വന്നതാണ് ഞാൻ. ആ വീടിൻ്റെ എല്ലാം പകുതിയും ഒക്കെ വെള്ളം വന്ന് എല്ലാം കൊണ്ടുപോയി. ഇതാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്കൂളിൻ്റെ ഈ ക്ലാസ് മുറിയുടെ മാക്സിമം എല്ലാം നശിച്ചു പോയി. അതിൻ്റെ ബാക്കിലുള്ളതിന് കുറച്ച് വർക്കിൻ്റെ നല്ല വർക്ക് ആ ടൈമിൽ ചെയ്തത് കൊണ്ട് അതിനൊന്നും നഷ്ടപ്പെട്ടില്ല. അവിടെ ആ സ്കൂളുള്ളത് കൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ബാക്കി എല്ലാ മരങ്ങളെയും കല്ലുകളെയും അവിടെ തടഞ്ഞു വെച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് അവിടെ ബ്ലോക്കായി. അവിടെ നിറയെ മരങ്ങളായിരുന്നു, വലിയ വലിയ മരങ്ങളും നിറയെ വലിയ കല്ലുകളായിരുന്നു. നിറച്ച് കോടയാണെന്ന്. ഇത് കാണാൻ തന്നെ ജനങ്ങള്. ഞാൻ പറഞ്ഞല്ലോ ഫവാസിന്റെ ദൈവം എന്ന് പറഞ്ഞല്ലോ, ആ കഥയെ മേഡത്തോട് പറയാം. യാത്രകളിലാണ് ശരിക്കും പറഞ്ഞാൽ പിശാചുക്കളെയും ദൈവത്തെയും കണ്ടുമുട്ടുന്നത്. ഏറ്റവും കൂടുതൽ ദൈവത്തെ കണ്ടുമുട്ടുന്നത് യാത്രയിലാണ്. ഞാനത് ഇന്ന് വരെ കണ്ടതാണ്. അതെ, എനിക്ക് അത്ഭുതം തോന്നുന്നു മേഡം. കാരണം എന്താ അറിയോ, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥ, നല്ല സാലറി, നല്ല പെൻഷൻ, നല്ല സമ്പാദ്യം, മക്കളൊക്കെ ഗൾഫിൽ, എന്നിട്ട് തൃശ്ശൂരിൽ നിന്ന് ഈ വേദന അറിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഈ പശുക്കളുടെയും ഒക്കെ ചാണകമൊക്കെ പെറുക്കി ഇതുപോലെ വരുന്നതെല്ലാം പെറുക്കിയെടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി ഈ നാടിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ സ്വർഗവും നരകമൊക്കെ ഇവിടെ തന്നെയാണ്. എന്നും ഞാൻ അത് തന്നെയാണ് പറയാം. ഇന്ന് വരെ പറഞ്ഞത് അതാണ്. ബസ്സിൽ പോലും ഞാൻ തൃശ്ശൂരിൽ നിന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ ഒത്തിരി പേരെ യാത്രയിൽ കാണും. ഒരു തിങ്ങി നിറഞ്ഞ ഒരു ബസ്സിലാണ് ഞാൻ വരുന്നത്. രാവിലെ 5:45 തൃശ്ശൂർ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടാൽ അമല കൂടി വരുന്നത് ഞാൻ താമസിക്കുന്ന വീടിനോട് ചേർന്നാണ്. പേരാമംഗലം എന്ന് പറയും, പേരാമംഗലം മനപ്പടി. അതിൽ കൂടിയാണ് വരിക. ഞാനിപ്പോൾ സ്ഥിരം യാത്രക്കാരി ആയതുകൊണ്ട് എനിക്ക് എൻ്റെ റോഡിൽ തന്നെ ബസ് നിർത്തി തരും. അവിടെ നിന്ന് ഇവിടെ വരെ എത്തുന്ന വരെ ഞാൻ സംസാരിക്കും, ഒരുപാട് സംസാരിക്കും. അതിൽ